കേരളത്തിലെ പൗരാണിക പട്ടണങ്ങളിൽ ഒന്നാണ് പൊന്നാനി. പൊന്നാനിയിൽ മാത്രമുള്ള ഒരുപാട് വിഭവങ്ങൾ നമുക്ക് റമദാൻ കാലത്ത് ഈ തെരുവുകളിൽ കാണാം. മുട്ടപ്പത്തിരി, മുട്ടമാല, മുട്ടസുർക്ക തുടങ്ങി എണ്ണിയാൽ തീരാത്തത്ര വിഭവങ്ങൾ ഇവിടെയുണ്ട്. അതൊക്കെ പൊന്നാനിയിൽ മാത്രമാണ് കിട്ടുക എന്നതാണ് മറ്റൊരു പ്രത്യേകത. നമുക്ക് ഈ റമദാൻ കാലത്തെ പൊന്നാനിയിലെ രുചിവൈവിധ്യങ്ങളുടെ ഒന്ന് ഗുളികയ്ക്കാൻ മറന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് മറക്കൂല. സീസണിൽ കിട്ടൂലേ? കാരണം ഇല്ലല്ല, കാലത്ത് മാത്രം, ചിലയിടത്ത് മാത്രം വൈകിട്ടൊക്കെ ചിലവർ പൊരിക്കുന്നുണ്ട്. പക്ഷെ കാലത്താണ് ഇതിന്റെ മെയിൻ പ്രധാനം. നോമ്പറക്ക് കാരണം വെച്ച് കഴിഞ്ഞാല് ഫുഡ് സാധനങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന സാധനം ഇപ്പൊ ഇതാണ്. പരിപ്പോടായിട്ടും നമ്മുടെ കാരണന്മാരൊക്കെ പറഞ്ഞത് എവിടുന്നാണ് പഠിച്ചത് എന്തെങ്കിലും അങ്ങനെ ഉമ്മാരെ ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആദ്യകാലങ്ങളിലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ മരണപ്പെട്ടു പോയി. അന്നൊക്കെ പിന്നെ അവർ ഈ നെയ്യപ്പന്മാരുണ്ടാക്കിയിട്ടേ അതിനെ ശർക്കര ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ഇതിനൊരു വെറൈറ്റി രൂപത്തിൽ അവരന്നത്തെ പഴയ കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്നതാണ്. നമ്മളൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു 10 പൈസ ഒരെണ്ണത്തിന് അന്ന് വരുന്ന ആ കാലങ്ങളിലുള്ള. അന്ന് പിന്നെ വെളിച്ചെണ്ണയിലാണ് പിന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ അത് നടക്കില്ലല്ലോ. അപ്പം അതിങ്ങനെ അതായ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മുട്ടപ്പത്തിരിക്കുള്ളതെന്ന് വെച്ചാൽ ചില ആളുകൾ ചേർക്കുന്നുണ്ട്, ചില ആൾക്കാർ അവർ ടേസ്റ്റിന് വേണ്ടി നേരിട്ട് ഒന്ന് ചേർക്കുന്നുണ്ട്. അല്ല, മുട്ട അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ മുട്ട വേണം. മുട്ട ചുരുക്ക, മുട്ടമാല, ചട്ടം അങ്ങനെയൊക്കെ ഉള്ളതിലേക്കെല്ലാം ആ മുട്ട കഴിഞ്ഞാൽ ശരിയാവില്ല. അവിടെ 40 തരം കടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ അങ്ങനെയുള്ളതുണ്ട് പലതരം. ഒന്നാമത് നമ്മുടെ ഒന്ന് പൊന്നാനി, കണ്ണൂർ ഇങ്ങനെയുള്ള കോഴിക്കോട് ഈ അപ്പത്തിൻ്റെ കൂടുതലിത് വരുന്നത്. 900 പലഹാരങ്ങളുണ്ടെന്ന് പൊന്നാനിയിലെ ഉമ്മൂമ്മമാർ പറയും. എന്നാൽ ഇതെല്ലാം വീടുകൾക്കുള്ളിൽ വിരുന്നുകാർക്കും പുതിയാപ്പിളമാർക്കും സ്നേഹത്തോടെ ആതിഥ്യമര്യാദകളോടെ മാത്രം വിളമ്പിയിരുന്നതാണ്. ഇന്നാട്ടുകാരനല്ലാത്ത ഒരാൾക്ക് ഇവ രുചിക്കണമെങ്കിൽ ആരെങ്കിലും വീട്ടിലേക്ക് ക്ഷണിക്കണമായിരുന്നു. റോഡരികിലെ കടകളിൽ പൊന്നാനിയുടെ രുചിഭേദങ്ങൾ മുഴുവൻ കിട്ടുമായിരുന്നില്ല. എന്നാൽ കാലം മാറിയതോടെ എല്ലാത്തിനും സ്വാഭാവിക മാറ്റം വന്നു. അതിന്റെ ഉദാഹരണമാണ് ഈ പലഹാരക്കട. 40 പലഹാരങ്ങൾ എന്ന പേരിൽ തന്നെ എല്ലാമുണ്ട്. മറ്റെങ്ങും കിട്ടാത്ത ഒരുപാട് സ്പെഷ്യൽ പലഹാരങ്ങൾ പൊന്നാനിയുടെ മാത്രമായിട്ടുണ്ട്. ഏകദേശം 40-ലധികം വരുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പൊന്നാനിയിൽ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു ഷോപ്പിലാണുള്ളത്. 40 പലഹാരങ്ങൾ എന്നാണ് ഈ കടയുടെ പേര് തന്നെ. പൊന്നാനിയിലെ ഒട്ടുമിക്ക വിഭവങ്ങളും ഈ കടയിൽ ലഭ്യമാണ് എന്നാണ് ഇത് നടത്തിപ്പുകാരനായ അനസ് പറയുന്നത്, അല്ലേ? എന്താണ് ഈ 40 പലഹാരങ്ങൾ? ഞങ്ങളിത് തനി നാടനായിട്ടുള്ള വീടുകളിൽ ഉണ്ടാക്കുന്ന ഐറ്റംസാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ട് വിൽക്കുന്നത്. അതെന്താ വെച്ചാൽ തനി നാടൻ വീട്ടുകാരില്ലേ, അപ്പോൾ എന്താ വെച്ചാൽ ഇതിനായിട്ട് ഇറങ്ങുന്നവരല്ല, തനി നാടനായിട്ടുള്ള വീട്ടിലുണ്ടാക്കുന്ന ഐറ്റംസ് മാത്രം നമുക്ക് തരുന്നതാണ്. ഇത് മറ്റു ബേക്കറിയിലോ കിട്ടുന്ന ഒരു ഐറ്റംസ് അല്ല. അത് തനി നാടനായിട്ടുള്ള നമ്മുടെ പൊന്നാനിയിൽ തനിമ നിലനിർത്തുന്ന പലഹാരങ്ങളാണ്. പ്രത്യേകിച്ച് മുട്ടമാല, ചിരട്ടമാല, മുട്ടസൂർക്ക, അതുപോലെ ആ ഐറ്റംസൊക്കെ നമുക്ക് പൊന്നാനിയിലെ ഐറ്റംസാണ്. പിന്നെ കുറച്ച് ഡ്രൈ ഐറ്റംസ് ഉണ്ട്. കോയട, ബിസ്ക്കറ്റ് അപ്പം, ചുക്കപ്പം, അമ്പായത്തിൻ്റെ ഇട, മണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൊന്നാനിയിലെ പലഹാരങ്ങൾ. അത് ഈ നോമ്പിന് സ്പെഷ്യൽ ചെയ്തിട്ട് വരുന്നതല്ല, പൊതുവായിട്ട് വരുന്നതാണ്. ഇപ്പോൾ നോമ്പിന് പൊതുവായിട്ട് വരുന്ന ഐറ്റംസാണ്. നമ്മളെ ഈ 10-25 ഐറ്റംസ് വരും. ഐറ്റംസ് ഓരോന്നായിട്ടൊന്ന് പറഞ്ഞു ഞാൻ പറയാം. ഈ മുട്ടമാല, ഇത് മുട്ടമാല എന്ന് പറയും. ഇത് നമ്മൾ താറാമുട്ടയും കോഴിമുട്ടയും മിക്സ് ചെയ്തിട്ട് മുട്ട മാത്രം മിക്സ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ അതിൻ്റെ വൈറ്റ് എടുത്തിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ രണ്ടാമതിരിക്കുന്ന മുട്ടസുർക്ക എന്ന് പറയുന്നത്. പിന്നെ ചിരട്ടമാല, ഇത് കോഴിമുട്ടയും മൈദയും കൂടി മിക്സ് ചെയ്തതാണ്. ഈ ഐറ്റംസൊക്കെ നമ്മുടെ പൊന്നാനിയിലെ മാത്രം ഐറ്റംസാണ്. ഇപ്പോൾ അതുപോലെ ഈ ഒരു മുട്ട കബാബ് എന്ന് പറയുന്നത് മുട്ടയിൽ നാടൻ ചമ്മന്തിയിൽ മസാല ഒന്നും ഇല്ലാതെ നാടൻ ചമ്മന്തിയായിട്ട് വെക്കുന്ന ഒരു ഐറ്റംസാണ്. പിന്നെ അതുപോലെ ബ്രെഡ് റോള്, കിളിക്കൂടുണ്ട്, നമ്മളെ ഐറ്റംസ് വന്നിട്ടുണ്ട്. കിളിക്കൂട് വന്നിട്ടുണ്ട്. പിന്നെ സമൂസ വന്നിട്ടുണ്ട്, ചിക്കൻ റോൾ വന്നിട്ടുണ്ട്, ഇറച്ചിപ്പത്തിരി വന്നിട്ടുണ്ട്, ഇറച്ചി കേക്ക് ഉണ്ട്. പിന്നെ സാധാരണ ഉള്ള ബീഫ് അടകൾ, ഉന്നക്കായ, ഇതാണ് കിളിക്കൂട്. നമ്മളത് കാടമുട്ടല്ലേ, കാടമുട്ടയിൽ മസാല ഒക്കെ മിക്സ് ചെയ്തിട്ട് വെക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ ചെയ്തിട്ട് ഇപ്പോൾ തനി വീടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. എന്തുകൊണ്ടാണ് പൊന്നാനി മാത്രം ഇത്രയേറെ വിഭവങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ? കോഴിക്കോടൻ ഹൽവ, തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞ പോലെ പൊന്നാനിയിൽ പലഹാരങ്ങൾക്കൊരു പോപ്പുലാരിറ്റി വരിക എന്നുള്ളത്. പൊന്നാനിയിൽ പണ്ട് മുതൽക്ക് തന്നെ ഒരുപാട് പലഹാരങ്ങൾക്ക് പേര് കേട്ടൊരു നാടാണെന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു പോപ്പുലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ 40 പലഹാരങ്ങൾ ഉദ്ദേശിക്കുന്നത്. പൊന്നാനിയിൽ 40 പലഹാരങ്ങൾ ഉമ്മമാരൊക്കെ മാത്രം അറിയുന്ന രസക്കൂട്ടുകൾ തലമുറയായിട്ട്. അതെ അതെ അതെ, വളയിട്ട കൈകളാൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസ് എന്നാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തോമസ് ഐസക് സാറ് അതിൻ്റെ ഇടയിൽ വന്നിരുന്നു. അപ്പോൾ അതിൽ സാറ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ട് ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് നിന്നും അതുപോലെ ആലപ്പുഴയിൽ നിന്നും എറണാകുളത്ത് നിന്നും വടകര, വയനാട് ജില്ലകളിൽ നിന്നൊക്കെ വന്നിരുന്നു.
പൊന്നാനിയിലെ പലഹാരങ്ങളെല്ലാം ഓരോ വീടുകളിൽ നിന്നാണ് എത്തുന്നത്. ഓരോ വീടുകളും റമദാൻ കാലത്ത് രുചിയുടെ അക്ഷയപാത്രങ്ങളാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ഒന്ന് രണ്ട് വീടുകളിൽ ചെല്ലാം. എന്തെല്ലാം വിഭവങ്ങളാണ് അവിടെ ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നേരിട്ട് കണ്ടറിയാം. പൗരാണികതയുടെ ശേഷിപ്പുകൾ ഇന്നും വിലമതിക്കാനാവാത്ത പൈതൃകമായി കണക്കാക്കുന്നവരാണ് പൊന്നാനിക്കാർ. അവരുടെ വഴികൾ ചെന്നെത്തുന്ന വീടുകളുമെല്ലാം ഒരു കാലത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ആ വീടുകൾക്കുള്ളിലെ അടുക്കളകളിൽ കാലങ്ങൾ വാമൊഴിയായി കൈമാറി വന്ന രുചിക്കൂട്ടുകളുടെ രസതന്ത്രങ്ങൾ രുചിയുടെ പ്രപഞ്ചം തീർക്കുന്നു, പറുദീസൊരുക്കുന്നു. ഇപ്പോഴത്തെ തലമുറ പറയും പൊന്നാനിയിലെ പലഹാര രഹസ്യം. പൊന്നാനിയിലെ അടുക്കളകളിൽ ഉണ്ടാകുന്നത് മറ്റെങ്ങും കാണാൻ കഴിയാത്തത്ര രുചിഭേദങ്ങളുടെ ഒരു കലവറയാണ്. നമുക്ക് ജമീലാത്തോട് ചോദിക്കും. ജമീലാത്ത ഈ പൊന്നാനിയിലെ ഒരുവിധം എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്ന, അത് വിതരണം ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. എന്താണ് ഈ പൊന്നാനിയിൽ മാത്രം ഇത്രയും വ്യത്യസ്തങ്ങളായ പലഹാരങ്ങൾ ഉണ്ടാവാനുള്ള കാരണം? അത് പഴയ കാലം തൊട്ടിട്ട്, പുരാതന കാലം തൊട്ടിട്ട് തന്നെ പറയാം, പൊന്നാനിക്കൊരു ചരിത്രമുണ്ട്. അതായത് കല്യാണം, പൊന്നാനിയിൽ നിന്ന് പൊന്നാനിയിലേക്ക് തന്നെയാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സമ്പ്രദായം, മരുമക്കത്തായ സമ്പ്രദായമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അക്കാലത്ത് പുതിയാപ്പിളുടെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞാൽ കൊടുക്കുന്ന പലഹാര ചിട്ടകളുണ്ട്. ചിട്ടകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പലഹാരങ്ങൾ, നോമ്പുതുറ, മുത്തായം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ കാലഘട്ടത്തിലെ പലതരം പലഹാരങ്ങളും അക്കാലങ്ങളിൽ പല പേര് കേട്ട ഒരു രാജ്യം കൂടിയാണ് പൊന്നാനിക്ക് പലഹാരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാലത്തെ എല്ലാ കാര്യങ്ങളും, അതായത് ആചാരങ്ങളും ചിട്ട ഇതായിട്ട് പോയിരുന്നൊരു പൊന്നാനിയിലെ സമ്പ്രദായമാണത്. അതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ പൊന്നാനിയിൽ പലഹാരത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളൊരു കാര്യങ്ങൾ. കാരണം കല്യാണം കഴിച്ച് കൊണ്ടുപോയാൽ ആ പെൺകുട്ടിയുടെ പുതിയാപ്പിളുടെ വീട്ടിലേക്ക് കൊടുക്കുന്ന സൽക്കാരങ്ങളും അതിന് വേണ്ട വിഭവങ്ങളൊക്കെയും തയ്യാറാക്കിയിട്ട് അതിനൊക്കെ ആ കാലങ്ങളിലൊക്കെ, ഇപ്പം അതൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇന്നും കുറേ കൂടെ നിലനിന്ന് പോകുന്നുണ്ട്. പലഹാര കൂട്ടിനൊക്കെ വ്യത്യാസമുണ്ടോ? അല്ല, കൂട്ടുകളൊക്കെ പഴയ രീതിയിലൊക്കെ തന്നെ, അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഇപ്പോഴത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള പുതിയ പുതിയ പലഹാരങ്ങൾ പലരും പല ഇതിൽ നിന്നൊക്കെ കണ്ടിട്ട് പഠിക്കുന്ന അതല്ല, പണ്ടത്തെ അതേ ഇതിൽ തന്നെയാണ് ഇപ്പോഴും പൊന്നാനിയിലത്തെ പലഹാരങ്ങൾക്ക് അതൊരു പ്രത്യേകത വേറെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ പൊന്നാനിയിൽ പ്രധാനമായിട്ട് ദേശീയ പലഹാരം എന്ന് പറയുന്നത് എല്ലാവർക്കും പേര് കേട്ട ഒരു പലഹാരമാണ് മുട്ടപ്പത്തിരി എന്ന് പറയും. കാരണം പൊന്നാനിയിൽ രാവിലെ എണീറ്റ് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായയും ഒരു മുട്ടപ്പത്തിരിയും തിന്നാലാണ് അവരുടെ അന്നത്തെ എനർജി എന്ന് പറയുന്നത്. ആ മുട്ടപ്പത്തിരിയും ചായ ആയിരിക്കും. അങ്ങനെയാണ് അത് നോമ്പിനാണെങ്കിൽ നോമ്പ് തുറക്ക് ആ വിഭവം എന്തായാലും ഉണ്ടായിരിക്കും. വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നതാണ് ഈ പലഹാരങ്ങളൊക്കെ. നമ്മളെ ഉമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് അവരുടേതായ രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ടുള്ളതാണെന്നുള്ളതാണ് നമ്മളറിവ്. പിന്നെ ഇപ്പം അത് അവരെയും കാരണന്മാരെ ഇതിലുള്ളത് എനിക്ക് പറ്റില്ല. പക്ഷെ എന്തെങ്കിലും എനിക്ക് എൻ്റെ ഉമ്മയും ഇതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള അറിവ് വെച്ചിട്ട് നമ്മളെ നാട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ രീതിക്ക് അനുസരിച്ചിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും എങ്ങനെയാണ് അവർക്കും അവരുടേതായ രീതിയിലായിരിക്കും. ആ കാലത്ത് വേറൊരു നാട്ടിൽ നിന്ന് വന്നതായിട്ട് പിന്നെ ചില വിഭവങ്ങളൊക്കെ വേറെ നാടുകളിൽ നിന്ന് എത്തിപ്പെട്ടതും ഉണ്ടാവും. അതിപ്പോൾ നമുക്ക് ഇതാക്കാൻ പറ്റില്ല. ഇപ്പോൾ എടുത്തത് അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവും, അങ്ങനൊക്കെ ഉണ്ടാവും. എത്ര ഇനം ഇത്താൻ്റെ ഓർമ്മയിലുണ്ട് പലഹാരങ്ങൾ എണ്ണം പറയുകയാണെങ്കിൽ പൊന്നാനിയിൽ ഒരുപാട് പലഹാരങ്ങൾ, എടുത്തു വെക്കാൻ പറ്റുന്ന പലഹാരങ്ങളുണ്ട്, എടുത്തു വെക്കാത്ത പലഹാരങ്ങളുണ്ട്. അന്നന്ന് പുതിയതായി ഫ്രഷായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന പലഹാരങ്ങളുണ്ട്, അതല്ലാതെ എടുത്തു വെച്ചിട്ട് പോകുന്ന പലഹാരങ്ങളുണ്ട്. ഇവിടെ കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പളിൻ്റെ വീട്ടിലേക്ക് ഒരു അപ്പം കൊണ്ടവൽ എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. ഈ അപ്പം കൊണ്ടവെന്ന ചടങ്ങിന് 150-200 മുട്ടമാല ഉണ്ടാക്കിയിട്ട് അതിനൊരുപാട് കൂട്ടുകുടുംബങ്ങളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർ എന്ത് ചെയ്യും, എല്ലാ സ്ത്രീകളും വരും സഹായിക്കാൻ. എന്നിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ അത് പ്ലേറ്റിൽ അതൊരു 12 തരം 10 തരമൊക്കെ വെക്കും. മുട്ടമാല, മുട്ടസുർക്ക, ഉന്നക്കായ എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് ഉന്നക്കായ എന്നുള്ളതായി. അന്ന് വയക്കട എന്നാ പറയുക അതിനെ. പഴത്തിനെ വയക്കാന്നാണ് ഇവിടെ പറയുക. വായക്കാന്ന് പറഞ്ഞാൽ വായക്കട ഉണ്ടാവും. അതുപോലെ പിന്നെ കുറൈവത്ത്, അങ്ങനെ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാവും. ഒരുപാട് പലഹാരങ്ങളുണ്ട്. ആ പലഹാരങ്ങൾ ഓരോ 3 ദിവസം എന്തായാലും കൊടുക്കുമ്പോൾ ആ പല മാറ്റം വരുത്തിയിട്ട് കൊടുക്കും. അങ്ങനെ ഓരോ വീടുകളിലും പലഹാരം ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് വിപണനം ചെയ്യുന്നുണ്ടെന്നാണ് അറിയുക അല്ലേ? പ്രത്യേകിച്ച് റംസാനിൽ മാത്രമല്ല, ഞാനൊക്കെ പൊതുവെ പുറത്തേക്ക് കൊടുക്കുന്ന ആളാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റംസാനിക്ക് നല്ല തിരക്കും നല്ല ഇത് തന്നെ ആയിരിക്കും. ആ വരുമാന മാർഗവും കൂടിയാണ്. ഇപ്പൊ പൊന്നാനിയിൽ അപൂർവമായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ പുറത്തേക്ക് കൊടുക്കുന്നത്. ഞാനൊക്കെ വളരെ മുന്നേ കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഇതൊരു
എല്ലാവരും വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾ പോലും ഇതൊരു ബിസിനസ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പം എല്ലാവരും കൊടുക്കുന്നവരാണ്. ഒരു എത്ര വെറുതെ ഇരിക്കുന്നതിനെ കൊണ്ട് ഒരു 10 രൂപയുടെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള നിലക്ക് പൊന്നാനി. പിന്നെ പൊന്നാനി പലഹാരം എന്ന് പറഞ്ഞാൽ പേര് കേട്ടതാണ്. എവിടെ ചെന്നാലും പൊന്നാനി പലഹാരം എന്ന് പറഞ്ഞാൽ ട്രേഡ് മാർക്ക് കിട്ടിയൊരു സംഗതിയാണ് ഈ പൊന്നാനി പലഹാരത്തിന്. അത് പ്രത്യേക ഇതാണ്. അത് നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കുന്നതിന്റെ തിരക്കാണ്, നമുക്ക് അതും കൂടി ഒന്ന് കാണാം. വെളിച്ചെണ്ണ പത്തിരി അതിന്റെ കൂട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ, കാരണം ഒന്നുമില്ല. സാധാരണ പത്തിരിയുടെ മാവ് നമ്മൾ എടുത്തിട്ട് വാട്ടിയെടുത്തതിന്റെ ശേഷം തേങ്ങയും നല്ല ജീരകവും പെരിഞ്ജീരകവും പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ കൂടിയിട്ട് നല്ലോണം മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയിട്ട് അത് വെച്ച് കുഴച്ചതിന്റെ ശേഷം ഇതുപോലെ ഉരുളകളാക്കി പരത്തിയെടുത്തിട്ട് ഇത് നമ്മൾ പൊരിച്ചെടുക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണ പത്തിരി ഇതൊക്കെ പുതിയാപ്പള സൽക്കാരത്തിലൊക്കെ പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. അതൊക്കെ പത്തിരി ഇതുമാല പത്തുന്നല്ലേ ഈ വെക്കുന്നതാണ് ഇതിന്റെ ഈ ഷേപ്പാണ് അതിന്റെ ഘടകം. രുചിക്കൊപ്പം അതിന്റെ കലാവിരുദ്ധകളും ഉണ്ട്. ഇതിന്റെ കുറെ കൈവിരുദ്ധകൾ ഉണ്ടാവും. അതിവിടെ പൊന്നാനിയിൽ ഏത് പലഹാരത്തിനും ഉണ്ടാവും. കാണുമ്പോ പിന്നെ നിറച്ചപത്തിരി ഉണ്ട്. നിറച്ചപത്തിരിക്കും പിന്നെ വ്യത്യസ്തമായ കൂട്ടുകളാണ്. അത് മസാല ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ട് മെടഞ്ഞുണ്ടാക്കുന്ന സാധനമാണ്. ഇതാണ് ഇതിന്റെ കോമ്പിനേഷന്. കറിയായിട്ടല്ല, പൊരിച്ചെടുക്കണം, ഫ്രൈ ആക്കിയിട്ട്. ഓരോ വീടുകളിലും ഓരോ ദിനവും ഓരോ തരം പലഹാരങ്ങളാകും. ഇതൊക്കെ പൊന്നാനിയിലെ വീട്ടമ്മമാർക്ക് മാത്രമേ ഇത്ര രുചികരമായി പാചകം ചെയ്യാനാകൂ. അതുകൊണ്ട് തന്നെ നോമ്പുകാലത്ത് ഇവർക്ക് ഈ പലഹാര നിർമ്മാണം ഒരു വരുമാന മാർഗം കൂടിയാണ്. പൊന്നാനിക്ക് മാത്രമായിട്ട് ഒരുപാട് പലഹാരങ്ങളുണ്ട്. അതൊക്കെ ഈ പൊന്നാനിക്ക് പുറത്ത് അത്ര അറിയപ്പെടണമെന്നില്ല. നമ്മൾ ഇപ്പോൾ അതിലുള്ള 2 പലഹാരങ്ങൾ ഉണ്ടാക്കുന്നിടത്താണ് ഉള്ളത്. ഇത്തത്തെ എന്താ ഉണ്ടാക്കുന്നത്? എങ്ങനെയാ ഈ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കണേ? ഇറച്ചി മസാല സവാള ഒക്കെ വാട്ടിയിട്ട് അതിലിട്ടിട്ട് മസാല വാടിയതിനു ശേഷം മൈദയിൽ പരത്തിയിട്ട് എടുത്തിട്ട് മുടയാണ്. അപ്പോൾ അത് ഇറച്ചിപ്പത്തിരി. ശരിക്കും പൊന്നാനിയിൽ ഇത്രയും വിഭവങ്ങളൊക്കെ എവിടുന്ന് ഉണ്ടാക്കിയത്? എവിടുന്ന് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്? അത് വീട്ടിൽ ജ്യേഷ്ഠത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ മുട്ട കുടച്ചെടുക്കാൻ പറയും. മുട്ടമാല മുട്ടച്ചെടുക്കൊക്കെ അവരുണ്ടാക്കണം. അപ്പോൾ അവരുടെ കൂടെ ഇരുന്നിട്ട് പഠിച്ചതാണ്. പുറത്തെവിടെയും പോയിട്ട് പഠിച്ചതല്ല. പൊന്നാനിയിലുള്ള വല്യമ്മമാരാണ് ഇതിൻ്റെയൊക്കെ? ഞങ്ങൾ പൊന്നാനിക്കാരനാണ്, പൊതുവെ പൊന്നാനിക്കാരൻ. അപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ള കുഞ്ഞുമാരും മൂത്തന്മാരും ഉമ്മയും ജ്യേഷ്ഠത്തിലൊക്കെ ഉണ്ടാക്കണവരാ. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് പഠിച്ചതാ. ഇപ്പോൾ ഒറ്റയ്ക്ക് സ്ഥാപനത്തേക്കൊക്കെ ചോദിച്ചാൽ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇപ്പോൾ ഈ വല്യമ്മമാരൊക്കെ എവിടെ പഠിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടോ? അതപ്പോൾ പറയും ഞങ്ങൾ തലമുറ അങ്ങനെ പഠിച്ചു വന്നതാണ്. അല്ലാതെ പണ്ടൊക്കെ കൊണ്ട് പഠിച്ചാണ്. അല്ലാതെ ആരും വീട്ടിൽ പോയിട്ട് പഠിച്ചവരല്ല. ഒക്കെ അവരെ വലിയമാരെ ഇതിൽ പഠിച്ചു വന്നതാണ്. ഈ മലപ്പുറത്ത് ജില്ലയിലാണെങ്കിൽ തന്നെ പൊന്നാനിയിൽ അത്ര ഈ പലഹാരങ്ങൾ വൈവിധ്യത്തിൽ വേറെ എവിടെയും കാണാൻ പറ്റില്ല. പൊന്നാനി തന്നെ ഉണ്ടാവുള്ളൂ. പൊന്നാനി തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഞങ്ങൾ സ്കൂളിലത്തെ ടീച്ചർമാർ വരെ ചോദിക്കണം മക്കളോട്, ഇത്ര പലഹാരങ്ങൾ നിങ്ങളെ രാജ്യത്തന്നെ കിട്ടല്, ഞങ്ങളൊരു ദിവസം നോമ്പറക്കാൻ വിളിക്കോ എന്നൊക്കെ ചോദിക്കലുണ്ട് ഹിന്ദുക്കളെ ടീച്ചർമാർ ചോദിക്കും. എന്തുകൊണ്ടാണ് ഇത്രയും പലഹാരം പൊന്നാനിയിൽ വന്നത്? വല്യമാരൊക്കെ ഇല്ല, നമ്മൾ പൊന്നാനിക്കാരന്നെ ഉണ്ടാക്കിയിട്ട് വന്നതാണ്, തലമുറയായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഓർഡർ വരുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കും. കടയിൽ നിന്ന് ആരും വാങ്ങിക്കലില്ല. നല്ല വീട്ടിൽ കിട്ടുമല്ലോ. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ അറിയണ്ടാവും. എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ അറിയുന്നതാണ്. ഇതാണ് ഇറച്ചിപ്പത്തിരി. ഈ ഇറച്ചിപ്പത്തിരി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇറച്ചി അടയാണ്. ആസ്മത, എങ്ങനെയാ ഇറച്ചിയട? ഇറച്ചിയട ഈ ഉള്ളിയും പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് തേങ്ങ ഒക്കെ ഒതുക്കിയിട്ടുള്ള മാവാണിത്. എന്നിട്ട് അരിപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് കിളരുക. ആ തേങ്ങ അരച്ചതാണ്. ഇതിൽ ഉള്ളിയും പെരിഞ്ചീരകമൊക്കെയാണ്, തേങ്ങയാണിത്. അതായത് ഇതിൽ വാട്ടിയെടുത്ത മാവാണിത്. ആ മാവിനാണിത്. ഇത് അരിപ്പൊടിയാണ് കേട്ടോ, മൈദപ്പൊടിയല്ല. മൈദപ്പൊടിയാണ്, അരിപ്പൊടിയാണ്. അത് ഉള്ളി പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് തേങ്ങ ഒക്കെ ഇട്ട് അരച്ച മാവാണിത്. ഇനി അയിലന്റെ അട ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ പുഴുങ്ങി കൊടുക്കുന്നുണ്ട്. അയില വെക്കും, അയില പൊരിക്കും. എന്നിട്ട് തേങ്ങ ഉള്ളി പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് ഒതുക്കിയിട്ട് അത് ഒരു സവാള വാട്ടിയിട്ട് ഈ അയില പൊരിച്ച എണ്ണ ഇട്ടിട്ട് അതിൽ ഒഴിച്ചിട്ടാണ് അത്. ഈ മാവന്നാണ്, മസാല വേറെ. പൗരാണികതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പൊന്നാനിയിലെ ഓരോ കാര്യങ്ങളും. എന്തുകൊണ്ട് മറ്റെവിടെയും കാണാത്ത, കേൾക്കാത്ത, രുചിക്കാത്ത ഇത്രയും പലഹാരങ്ങൾ, വിഭവങ്ങൾ പൊന്നാനി വന്നു എന്ന ചോദ്യം വിരൽ ചൂണ്ടുന്നത് ചരിത്രത്തിലേക്കാണ്.
ഒരു സംസ്കൃതിയിലേക്കാണ്, ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലുകളിലേക്കാണ്. പൊന്നാനി പൗരാണിക കാലം മുതൽ തന്നെ ഒരു കയറ്റിറക്ക് തുറമുഖമാണ്. അറബികൾ ആദ്യമായി പൊന്നാണയം പ്രചരിപ്പിച്ച പ്രദേശമായതിനാലാണ് പൊന്നാനി എന്ന് പേര് സിദ്ധിക്കാൻ കാരണമെന്ന് ചരിത്രകാരന്മാരെല്ലാം തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പൊന്നാനിയും വിദേശ രാജ്യങ്ങളുമായി കയറ്റിറക്ക് ബന്ധങ്ങളുണ്ടായതിനാൽ പൊന്നാനിയിലെ പല സംസ്കാരങ്ങളും അങ്ങോട്ട് കയറ്റുമതി ചെയ്യുകയും പല സംസ്കാരങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ലോക സംസ്കാരങ്ങളെല്ലാം തന്നെ ആ രീതിയിലാണ് പല പ്രദേശങ്ങളിലും പ്രചരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൻ്റെ കയറ്റിറക്ക് കേന്ദ്രമായ പൊന്നാനിയിൽ ഭക്ഷ്യ സംസ്കാര രംഗത്തും ഓരോ കാലഘട്ടങ്ങളിലും നവീനങ്ങളായിട്ടുള്ള പല രുചിഭേദങ്ങളും ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ടിട്ടാണ് ആദ്യകാലം മുതൽ തന്നെ പൊന്നാനി ഭക്ഷ്യ രംഗത്ത് ഒരു സ്വാദിഷ്ടമായിട്ടുള്ള രുചിഭേദങ്ങളുടെ കലവറയായി തീരാൻ കാരണം. മുട്ടമാല, മുട്ടസുർക്ക, അതേപ്രകാരം തന്നെ കോഴിയട, കിടുത, ഇറച്ചിപ്പത്തിരി തുടങ്ങിയിട്ടുള്ള ഒരുപാട് പലഹാരങ്ങൾ പൊന്നാനിയിൽ ഉണ്ടാക്കാറുണ്ട്. ആദ്യകാലത്ത് ഈ കല്യാണങ്ങളോടനുബന്ധിച്ചാണ് അത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് നോമ്പുതുറയോടനുബന്ധിച്ചാണ്. ഇവിടെ പലഹാരങ്ങളുടെ പേര് വന്നതിൽ പോലും രസകരങ്ങളായ കഥകളുണ്ട്. ഒരു കാലത്ത് ഈ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് വധുവിൻ്റെ വീട്ടിൽ നിന്ന് നോമ്പുതുറ കൊടുത്തയച്ചിരുന്നു. നോമ്പുതുറയും മുത്താഴവും കൊടുത്തയച്ചിരുന്നു. അപ്പോൾ ഈ മുത്താഴം എന്ന് പറഞ്ഞാൽ ത്രാവീഹ് നമസ്കാരത്തിൻ്റെ ശേഷം ഉള്ള ഒരു ഭക്ഷണ സമ്പ്രദായമാണ് മുത്താഴം. അപ്പോൾ ഈ മുത്താഴത്തിനും നോമ്പ് തുറക്കും കൊടുത്തയക്കുന്ന അവസരങ്ങളിൽ വിവിധങ്ങളായ പലഹാരങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിലെ ഒരു സ്ത്രീ, ICV എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു പ്രത്യേകതരം പലഹാരം ഉണ്ടാക്കി. അതായത് ഇറച്ചിയും മറ്റു ചേരുവകളും മറ്റെല്ലാം തന്നെ ചേർത്തും കൊണ്ട് ഒരട പോലത്തെ ഒരു പലഹാരം ഉണ്ടാക്കി. അതിൻ്റെ പുറത്ത് പിന്നെയും ചേരുവകൾ ചേർത്ത് അത് പൊതിഞ്ഞ്, പിന്നെയും ചേരുവകൾ ചേർത്ത് അത് പൊതിഞ്ഞ്, ഇങ്ങനെ ഏകദേശം 5 or 6 അടുക്കായി. ഈ അടുക്കിങ്ങനെ ഓരോന്ന് ചേർത്ത് ഒരു ചെറിയ പെട്ടി രൂപത്തിലായി. അപ്പം ഈ പലഹാരം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അടുത്ത വീട്ടിലെ ഈ ICVൻ്റെ സ്നേഹിതയായ കുഞ്ഞീവി വന്നിട്ട് ചോദിച്ചു, പിന്നെ ICV ഈ പലഹാരത്തിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ പെട്ടെന്ന് ICVക്ക് ആ പലഹാരത്തിൻ്റെ പേര് പറയാൻ പറ്റിയില്ല. കാരണം അത്രത്തോളം പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായം ആയതുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് ICV പറഞ്ഞു അല്ലാഹു അലം എന്ന് പറഞ്ഞു. അല്ലാഹു അലം എന്ന് പറഞ്ഞാൽ ICVൻ്റെ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ പേര് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന്. അന്ന് മുതൽ ആ പലഹാരത്തിന് അല്ലാഹു അലം എന്നായി. ആ പലഹാരവും ഇപ്പോഴും പൊന്നാനിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംസ്കാരങ്ങളുടെയും വിഭിന്നങ്ങളായ സംസ്കാരങ്ങളുടെയും രുചിഭേദങ്ങളുടെയും അതേപ്രകാരം തന്നെ പിന്നെ വിജ്ഞാനത്തിൻ്റെയും അതിലുപരിയായി മതസൗഹാർദ്ദത്തിൻ്റെയും ഇന്നേവരെ മതസൗഹാർദ്ദത്തിന് ഒരു വിഘ്നം വരാത്ത ഒരു പ്രദേശമാണ് പൊന്നാനി. 1921 പോലും ഇവിടെ മതസൗഹാർദ്ദത്തിന് വിഘ്നം വന്നിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് പൊന്നാനി. ശരിക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഭക്ഷണശീലങ്ങളൊക്കെ വന്നിട്ടുണ്ട്? വിദേശ രാജ്യങ്ങളിൽ നിന്നല്ല, വിവിധ നാടുകളിൽ നിന്ന്, തീരപ്രദേശങ്ങളിൽ നിന്ന്, കേരളത്തിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ. കാരണം മാത്രമല്ല, ഒരു കാലത്ത് ഇവിടെ നിന്ന് പിന്നെ ഇവിടുത്തെ പല ആളുകളും പിന്നെ പായ്ക്കപ്പലുകളുടെയും പത്തേമാരികളുടെ ഉടമസ്ഥന്മാരായിരുന്നു. അപ്പോൾ ചരക്കുകളൊക്കെ തന്നെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ, ബോംബെ വരെയുള്ള തീരപ്രദേശങ്ങളിലേക്കും പിന്നെ ചരക്കുകൾ കയറ്റിറക്കുമതി ചെയ്യുകയും വിദേശ രാജ്യങ്ങളിലേക്ക് പിന്നെ അക്കാലത്ത് യാത്രക്കാരെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ തന്നെ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ കടൽ കടന്ന് വിദേശ വിദ്യ അഭ്യസിച്ച വ്യക്തി പൊന്നാനിക്കാരനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ്. 500 വർഷങ്ങൾക്ക് മുമ്പ് 500 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം കടൽ കടന്ന് വിദേശത്ത് പോയി വിദ്യ അഭ്യസിച്ചത്, ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ. അക്കാലത്ത് പിന്നെ ഹൈന്ദവ വിഭാഗത്തിൽ സവർണ വിഭാഗങ്ങൾക്ക് കടൽ കടക്കൽ നിഷിദ്ധമായിരുന്നു. ആയതുകൊണ്ടിട്ടാണ് ഷെയ്ഖ് സൈനുദ്ദീനാണ് ആദ്യം പോയിട്ട് കടൽ കടന്ന് വിദ്യ അഭ്യസിച്ചത് എന്ന് പറയാൻ വേണ്ടി കാരണം. അപ്പം ആ ഒരു കാലം മുതൽ തന്നെ വിദേശ രാജ്യങ്ങളുടെ, അറേബ്യൻ നാടുകളുടെ സംസ്കാരവും പിന്നെ
കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ മുസ്ലിം തീരപ്രദേശങ്ങളിലെ സംസ്കാരവും പൊന്നാനിയിലേക്ക് കയറ്റിറക്കുമതി നടന്നിട്ടുണ്ട്. ആയതുകൊണ്ടാവാം വിവിധ പ്രദേശങ്ങളിലെ പലഹാരങ്ങളും അതോടൊപ്പം തന്നെ രുചിഭേദങ്ങളായുള്ള ഭക്ഷണങ്ങളും പൊന്നാനിയിൽ ഉണ്ടായിത്തീരാം കാരണമെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. അങ്ങനെ കടൽ കടന്നെത്തിയ പായ്ക്കപ്പലുകളിൽ തുടങ്ങിയ രുചിഭേദങ്ങളുടെ സഞ്ചാരം പൊന്നാനിയുടെ തലമുറകളിലൂടെ തുടരുകയാണ് അനസ്യൂതമായി. അതറിയാൻ, അനുഭവിക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ പൊന്നാനിക്ക് വരിക തന്നെ വേണം. പൊന്നാനിയിലെ ഈ രുചിഭേദങ്ങൾക്ക് ചരിത്രപരമായ, സാംസ്കാരികപരമായ ഒരുപാട് തലങ്ങളുണ്ട്. കാലങ്ങൾക്കിപ്പുറവും അവ പഴയപടി തന്നെ രുചി നിലനിർത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവയെല്ലാം ആസ്വദിക്കുവാൻ പൊന്നാനിയിലേക്ക് വന്നേ തീരൂ. കാരണം മറ്റെവിടെയും ഈ രുചിഭേദങ്ങൾ ലഭിക്കുകയില്ല.